ഭാരത് മാതാ ചിത്രവിവാദത്തിൽ നിലപാട് കടുപ്പിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് ബിനോയ് വിശ്വം. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതുമന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി. തോളൂർ ഐനിക്കാട് മുള്ളൂർ കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അടാട്ട് വൃന്ദാവനം സ്വദേശി പ്രസാദാണ് മരിച്ചത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ട് യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പാറയുടെ മുകളിൽ പുലികൾ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. വാർത്തകൾ വിശദമായി. ഭാരത് മാതാ ചിത്രവിവാദത്തിൽ നിലപാട് കടുപ്പിച്ച സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരത് മാതാ ദേശസ്നേഹത്തിന്റെ പ്രതീകമാണെന്ന് ബിനോയ് വിശ്വം പറഞ്ഞു. RSSന്റെ കൊടി പിടിച്ചു നിൽക്കുന്നതല്ല ഭാരത് മാത. പ്രകൃതിയും ദേശസ്നേഹവും ചേർന്നതാണത്. ഗവർണർക്ക് RSSന്റെ നയങ്ങളാണോ ഭരണഘടനയാണോ വലുതെന്ന് ബിനോയ് വിശ്വം ചോദിച്ചു. ഉത്തരവാദപ്പെട്ട പദവിയിലിരിക്കുന്ന ഗവർണർ ബഹുമാനിക്കേണ്ടത് ഭരണഘടനയാണ്. സിംഹത്തിന്റെ പുറമേറി കാവിക്കൊടി പിടിക്കുന്ന രൂപമായ ഭാരതാംബയെ അംഗീകരിക്കാനാകില്ലെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. ഭരണഘടനാ പദവിയായ ഗവർണർ സ്ഥാനം വഹിക്കുന്ന ഒരു മനുഷ്യൻ വലിയ പദവിയുടെ ചുമതലയെപ്പറ്റിയും കടമയെപ്പറ്റിയും ബോധ്യമുള്ളതാണ്. അത്തരം സാക്ഷ്യം പിടിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വളരെ വിനയപൂർവ്വം കേരളത്തിൻ്റെ കൃഷിമന്ത്രി പറഞ്ഞത്, ആ വ്യവസ്ഥയ്ക്കെല്ലാം മുമ്പിൽ തലകുനിച്ചുകൊണ്ട് ഈ പരിപാടി അവർ നടത്താവൂ എന്ന വ്യവസ്ഥയുണ്ടെങ്കിൽ, വാശിയുണ്ടെങ്കിൽ ഞങ്ങൾ വിനയപൂർവ്വം പിന്മാറുന്നുവെന്ന് പറഞ്ഞു. ആ പരിപാടി കൃഷിമന്ത്രി നടത്തിയത്, ഗവൺമെൻറ് നടത്തിയത് നമ്മുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് വെച്ച്, ആ കോമ്പൗണ്ടിൽ വെച്ചാണ്. ഭാരത് മാത എന്നു പറഞ്ഞാൽ ജനങ്ങളാണെന്ന നെഹ്റുവിന്റെ ആശയവും CPI ഓർമ്മിപ്പിക്കുന്നു. CPMഉം CPIയും ഈ വിഷയത്തിൽ ഒന്നിച്ചാണെന്നും ബിനോയ് വിശ്വം കൂട്ടിച്ചേർത്തു. TCV ന്യൂസ്, തൃശൂർ. BJPയുടെയും RSSന്റെയും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള കരുനീക്കത്തിലൂടെ കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൗൺസിൽ AITUCയുടെ 16ാം സംസ്ഥാന സമ്മേളനം തൃശൂർ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖല നേരിടുന്ന പ്രതിസന്ധിയും വെല്ലുവിളികളും ചെറുതല്ല. അതിൻ്റെ എല്ലാം മുമ്പിൽ ലക്ഷ്യബോധമറ്റ പ്രവർത്തനത്തിൻ്റെ ഊറുറ്റ പാത നടപ്പിലാക്കാനായി KCUCക്ക് ഇന്നുള്ള കരുത്തു പോരാ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മുൻകാലങ്ങളിലെ പോലെ തന്നെ പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ഏറെ വന്നേക്കാമെന്നറിഞ്ഞുകൊണ്ട് നാം പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ പങ്ക് നിറവേറ്റുമെന്ന പ്രതിജ്ഞയുമായിട്ടാണ് ഇവിടെ ഇപ്പോൾ കൂടിയിരിക്കുന്നത്. സഹകരണ മേഖലയുടെ ലക്ഷ്യങ്ങൾ കണക്കിലെടുക്കാതെ സമ്പന്നരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ പ്രവർത്തിക്കുന്നത്. ഇവ കേരളത്തിലെ സഹകരണ മേഖലയുടെ മുകളിലുള്ള ഡെമോക്ലീസിന്റെ വാളാണ്. മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിലെ സമ്പന്നരുടെ ആർത്തി പൂണ്ട കൊള്ളയ്ക്ക് സുതാര്യതയും വിശ്വാസ്യതയും കെട്ടുറപ്പും മുഖമുദ്രയായ നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇരയാകാതെ നോക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KK വത്സരാജ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, മഹിളാ സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഷീല വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV, തൃശൂർ. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി കെ രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതുമന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. RSSന്റെ ചിഹ്നങ്ങളെ രാജ്യത്തിന്റെ അടയാളങ്ങളാക്കി മാറ്റാൻ ഗവർണർ ശ്രമിക്കുകയാണ്. രാഷ്ട്രീയ പരീക്ഷണശാലയായി രാജ്ഭവൻ മാറരുത്. മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ ഗവർണർ എവിടെയും ട്യൂഷന് പോകേണ്ട. 142 കോടി ജനങ്ങളുടെ മതേതര മനസ്സാണ് മന്ത്രിമാരുടേത്. മന്ത്രിമാർക്ക് ഭരണഘടനയുടെ മാനസികാവസ്ഥയെന്നും കെ രാജൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തതോ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കാത്തതോ ആയ
ഭാരതാംബയുടെ ചിത്രം മാത്രമല്ല, ഏതു തെറ്റായ ചിഹ്നങ്ങളെ അവതരിപ്പിച്ചാലും അതിൻ്റെ മുമ്പിൽ ചെന്ന് നിലവിളക്ക് കൊളുത്താൻ ഇടതുപക്ഷ മന്ത്രിമാരെ കിട്ടില്ല. വേറെ ഒരു തർക്കവും ആ കാര്യത്തിലില്ല. അതിന് ഇവിടെ നോക്കണ്ട, ഈ സ്ഥലം വേറെയാണ്. ഇത് കേരളം എന്ന വളരെ മതനിരപേക്ഷ മൂല്യങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ലോകത്തിനു മാതൃകയായ ഒരു കേന്ദ്രമാണ്. അത് അദ്ദേഹത്തിന് അറിയുമായിരിക്കും. ആ നിലവാരത്തിൽ അദ്ദേഹം തുടർന്ന് പെരുമാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഗവർണറും സർക്കാരും തമ്മിലൊരു തർക്കമില്ല. ഗവർണർക്കും സർക്കാരിനും ഭരണഘടന അതിൻ്റെ സ്ഥലങ്ങളെ വീതിച്ച് നൽകിയിട്ടുണ്ട്, അധികാരങ്ങൾ വീതിച്ച് നൽകിയിട്ടുണ്ട്. ആ അധികാര പരിധി എപ്പോഴാണോ തെറ്റായി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അത് ഗവർണർ എന്ന ആ പദവി ഉപയോഗിക്കുന്ന ആർലേക്കറുമായിട്ടുള്ള തർക്കമല്ല. അത് ആ പദവി ഭരണഘടന പറയും പോലെ നിർവഹിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാലത്ത് അത് ഉറക്കെ പറയാൻ, മതനിരപേക്ഷതയെ ഹനിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കുന്നൊരു ഘട്ടത്തിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന അത് അടിസ്ഥാന മൂല്യമായിട്ടുള്ളൊരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനും ആ മുന്നണിക്കും അതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. നേരത്തെ ഞങ്ങൾ പറഞ്ഞിരുന്നു, ബഹുമാനപ്പെട്ട ഗവർണറെ ഉപയോഗിക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഫെഡറൽ മര്യാദകളോടും ജനാധിപത്യ മര്യാദകളോടും നിയമനിർമ്മാണ സഭകളോടും ഏതെങ്കിലും വിധത്തിലുള്ള എതിർപ്പ് രേഖപ്പെടുത്താനുള്ള ഒരു ആയുധമായി ഉപയോഗിക്കരുത്. ഭരണഘടന അതിൻ്റെ അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അവകാശങ്ങളെല്ലാം ഗവർണർക്ക് നൽകും. ഭരണഘടന കൊടുക്കുന്ന എല്ലാ ബഹുമാനങ്ങളും ഇനിയും ഗവർണർക്ക് കൊടുക്കും. പക്ഷെ ഗവർണറും ഭരണഘടനയ്ക്കകത്ത് നിൽക്കണം, അത്രയേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്നത് ഗവർണർ സർക്കാർ പോരല്ല. ഭരണഘടനയുടെ ഭാഗമായതിനാൽ ഗവർണറെ മാനിക്കും. പക്ഷേ ഗവർണർ ഉയർത്തിപ്പിടിക്കേണ്ടത് ഭരണഘടനയാണെന്നും മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. TCV ന്യൂസ്, തൃശൂർ. തോളൂർ ഐനിക്കാട് മുള്ളൂർ കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അടാട്ട് വൃന്ദാവനം സ്വദേശി കല്ലാറ്റി വീട്ടിൽ 49 വയസ്സുള്ള പ്രസാദാണ് മരിച്ചത്. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞാണ് കായലിന്റെ സംഘം പടവ് വെസ്റ്റ് ഭാഗത്ത് മൃതദേഹം കണ്ടത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലായിരുന്നു മൃതദേഹം. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ പ്രസാദിന്റെ ഇലക്ട്രിക് സ്കൂട്ടറും കായലിൽ നിന്ന് കണ്ടെത്തി. നിയന്ത്രണം വിട്ട് സ്കൂട്ടറടക്കം കായലിലേക്ക് വീണതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂർ സൺ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മ മരിയ കാർമലിന്റെയും ആരോഗ്യനില തൃപ്തികരം. കഴിഞ്ഞ ദിവസം സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ കാർ അപകടമുണ്ടായത്. അപകടത്തിൽ ഷൈനിന്റെ പിതാവ് ചാക്കോ തൽക്ഷണം മരിച്ചിരുന്നു. പിതാവ് ചാക്കോയുടെ മൃതദേഹം ജൂബിലി മിഷൻ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 തൃശൂർ മുണ്ടൂർ കർമ്മല മാതാവിൻ പള്ളിയിൽ നടക്കും. അതേസമയം ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഷൈനിന് സംഭവിച്ചിരിക്കുന്ന പരിക്ക് ഗുരുതരമല്ലെന്നും ചെറിയ ശസ്ത്രക്രിയയുടെ ആവശ്യമേ ഉള്ളൂവെന്നും അദ്ദേഹം പറഞ്ഞു. ഷൈനിന്റെ പിതാവിന്റെ മരണം അമ്മയെ ഇതുവരെ അറിയിച്ചിട്ടില്ലെന്നും ഷൈനിന്റെ അമ്മയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഫ്രാക്ചർ ഉണ്ട്, അത് സർജിക്കൽ ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമാണ്. അത് എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഇതുവരെ അറിയിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണാൻ പോകുന്നവരുണ്ടെങ്കിൽ പോലും അത് വളരെയധികം ശ്രദ്ധിക്കും. ഇന്നിപ്പോൾ രാത്രി 10:30 മണിയാകുമ്പോൾ ചേച്ചിമാർ 2 പേരും എത്തും. ഇത് കഴിഞ്ഞാൽ അവർക്ക് അച്ഛൻ്റെ കൂടെ കുറേ നേരം ഇരിക്കണമെന്നുള്ളതാണ്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തയിലേക്ക്. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ഓരോ വിശ്വാസിക്കും വലിയ പെരുന്നാൾ ദിനം. പരിപൂർണമായ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും ആഘോഷമാണ് ബലിപ്പെരുന്നാൾ. ദൈവപ്രീതിക്കായി ഏറ്റവും വിലപ്പെട്ടത് പോലും ത്യജിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്ന വിശ്വാസ തീക്ഷ്ണതയുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു ഈ ദിനം.
പുതുവസ്ത്രം അണിഞ്ഞ് അത്തർ പൂശിയും വിശ്വാസികൾ പള്ളിയിലെത്തി. തുടർന്ന് പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം പരസ്പരം ആലിംഗനം ചെയ്തും മധുരം വിതരണം ചെയ്തും സ്നേഹം പങ്കുവച്ചു. സ്നേഹത്തിനും സഹനത്തിനും ശാന്തിക്കുമായുള്ള പ്രാർത്ഥനകളാൽ പള്ളികളും ഈദ്ഗാഹുകളും മുഖരിതമായി. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ സിറ്റി സെന്ററിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് തൃശൂർ ശക്തൻ ഹിറ മസ്ജിദ് ചീഫ് ഇമാം അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ നേതൃത്വം നൽകി. ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദിൽ നടന്ന നിസ്കാരത്തിന് പള്ളി ഇമാം PK ഇബ്രാഹിം ഫലാഹി നേതൃത്വം നൽകി. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായതായി ആക്ഷേപം. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ ഓരോ ഡിവിഷനിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്താറുണ്ട്. ഇത്തവണ ഇക്കാര്യത്തിൽ പുരോഗതിയുണ്ടായില്ല. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള പുല്ലുകളും കാടുകളും വെട്ടിത്തെളിച്ച് കാനകളെല്ലാം വൃത്തിയാക്കിയിടാറുണ്ടെങ്കിലും പുല്ലുവെട്ടിയന്ത്രം കേടായി കിടക്കുന്നതിനാൽ ഒരു ഡിവിഷനിൽ പോലും പുല്ലുവെട്ടി നീക്കാനുമായിട്ടില്ല. 150 പുല്ലുവെട്ട് യന്ത്രങ്ങളിൽ 5 ഒഴികെ ബാക്കിയെല്ലാം കേടായിട്ട് നാളേറെ ആയെങ്കിലും ഇത് നന്നാക്കിയെടുക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേസമയം പുതുതായി 100 പുല്ലുവെട്ട് യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ കൊടുത്തെങ്കിലും അതിൽ ഒന്നുപോലും ഇനിയും കോർപ്പറേഷന് കിട്ടിയിട്ടുമില്ല. ഇതിനാൽ തന്നെ റോഡ് സൈഡുകളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ല് വളർന്നത് പാമ്പുകളടക്കമുള്ള ഇഴജന്തുശല്യം രൂക്ഷമായിരിക്കുകയാണെന്ന് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്കൽ പറഞ്ഞു. ശുചിത്വം പാലിക്കുക എന്ന് കോർപ്പറേഷൻ മേയർ പറയുന്നുണ്ടെങ്കിലും എല്ലാ ഡിവിഷനിലും എല്ലാ വഴികളിലും പുല്ല് നിറഞ്ഞിരിക്കുകയാണ്. പുല്ലുവെട്ടി യന്ത്രം 150 എണ്ണം കോർപ്പറേഷൻ്റെ ഉണ്ടെങ്കിലും അതിൽ 5 എണ്ണം മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ. 100 പുല്ലുവെട്ടി യന്ത്രത്തിന് കോർപ്പറേഷൻ ടെൻഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ കിട്ടിയിട്ടില്ല. 4 മാസമായി പുല്ലുവെട്ടി യന്ത്രം ഒരു ഡിവിഷനിലും വർക്ക് ചെയ്യുന്നില്ല. ഇതെല്ലാം ഭരണസമിതിയോടും ആരോഗ്യ കമ്മിറ്റി ചെയർമാനോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. മേയറാണെങ്കിൽ ചെവി കൊള്ളുന്നില്ല. നാട് മുഴുവൻ പുല്ല് പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷനിലെ എല്ലാ ഡിവിഷനിലും ഉള്ളത്. ക്ലീൻ സിറ്റിയുടെ ഭാഗമായും മഴക്കാലത്തിന് മുന്നോടിയായും എല്ലാ ഡിവിഷനിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളിൽ പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്നും മേയർ നിരന്തരം ആഹ്വാനം ചെയ്യുമ്പോഴും ഇതിനുള്ള ഒരു സംവിധാനവും കോർപ്പറേഷൻ ഒരുക്കി നൽകുന്നില്ലെന്നാണ് കൗൺസിലർമാരുടെ ആരോപണം. TCV ന്യൂസ്, തൃശൂർ. അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. അതിരപ്പിള്ളി ഓയിൽ പാം എസ്റ്റേറ്റ് 17 ബ്ലോക്കിൽ ചെക്ക് പോസ്റ്റിന് സമീപമാണ് വീണ്ടും പുലികളിറങ്ങിയത്. ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പാറയുടെ മുകളിൽ പുലികൾ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് പുലിയിറങ്ങി KR ബിജുവിന്റെ പശുവിനെ ആക്രമിച്ചു കൊന്നിരുന്നു. സംഭവം കണ്ട ചെക്ക് പോസ്റ്റിലെ ജീവനക്കാരും പ്ലാന്റേഷൻ തൊഴിലാളികളും ഒച്ചവെച്ചതോടെ പുലി പ്ലാന്റേഷൻ തോട്ടത്തിലേക്ക് രക്ഷപ്പെട്ടിരുന്നു. വീണ്ടും അതേ സ്ഥലത്ത് പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന് താഴെയുള്ള വഴിയോര പഴക്കച്ചവട കേന്ദ്രത്തിൽ തീപിടുത്തം. പഴവർഗ്ഗങ്ങളും രേഖകളും ജനറേറ്ററും കത്തിനശിച്ചു. ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. കോളാടിപ്പടിയിൽ പെട്ടി ഓട്ടോറിക്ഷയിൽ ഷീറ്റിറക്കി പഴക്കച്ചവടം നടത്തുന്ന സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഇരിങ്ങപ്പുറം സ്വദേശി മുള്ളത്ത് അജയൻ 20 വർഷത്തോളമായി കച്ചവടം നടത്തുന്ന സ്ഥാപനമാണിത്. തട്ടടിച്ചതിന് മുകളിലാണ് പഴങ്ങൾ അടുക്കി വെച്ചിരുന്നത്. ഇതിന് സമീപത്ത് കത്തിച്ചുവെച്ചിരുന്ന ചന്ദനത്തിരിയിൽ നിന്നാണ് തീ പടർന്നത്. വഴിയാത്രക്കാരുടെ സഹായത്തോടെ തീയണയ്ക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. എരുമപ്പെട്ടി മങ്ങാട് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ 9 വയസ്സുകാരി മരിച്ചു. ഈസ്റ്റ് ഒറ്റപ്പാലം സ്വദേശിനി സുനൈനയാണ് മരിച്ചത്. അപകടത്തിൽ 6 പേർക്ക് പരിക്കേറ്റു. പുത്തൻ പീടികയിൽ ഹക്കീം, സമദ്, ഷൌജദ, ഹിസാന, ഷാഹിദ്, മുഹമ്മദ് സാദിഖ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കുന്നംകുളത്തെ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മങ്ങാട് സെന്റ് ജോർജ് പള്ളി ഗ്രോട്ടോയുടെ മുന്നിലാണ് അപകടമുണ്ടായത്. ഒറ്റപ്പാലത്ത് നിന്ന് ചാവക്കാട്ടേക്ക് പോകുകയായിരുന്ന ഓൾട്ടോ കാർ എതിരെ വന്നിരുന്ന ടാറ്റോ കാറിൽ ഇടിക്കുകയായിരുന്നു. ആറ്റൂർ സ്വദേശി ഷാഫിയും കുടുംബവുമാണ് ടാറ്റ കാറിൽ ഉണ്ടായിരുന്നത്. ഓൾട്ടോ കാർ അമിത വേഗതയിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ഈ കാർ തെറ്റായ ദിശയിലേക്ക് കയറിയാണ് എതിരെ വന്നിരുന്ന കാറിലിടിച്ചത്. അപകടത്തിൽ ഒറ്റപ്പാലം സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ പൂർണ്ണമായും തകർന്നു. ഷാഫിയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശം തകർന്നിട്ടുണ്ട്. പടിയൂരിൽ അമ്മയെയും മകളെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രേംകുമാറിനെ കണ്ടെത്താനായില്ല.
സംഭവം നടന്ന 5 ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് യാതൊരു വിവരവും ലഭിച്ചില്ല. ജൂൺ 2-നാണ് കൈതവളപ്പിൽ രേഖ, ഭാര്യാമാതാവ് മണി എന്നിവരെ വാടക വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. പ്രതിയെ വിവിധ സ്ഥലങ്ങളിൽ കണ്ടതായി പറഞ്ഞ് പലയിടങ്ങളിൽ നിന്ന് ഫോൺ കോൾ വരുന്നുണ്ടെങ്കിലും പോലീസ് ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. MBA യോഗ്യതയുള്ള പ്രേംകുമാറിന് വിവിധ ഭാഷകൾ അനായാസേന കൈകാര്യം ചെയ്യാനറിയാം. സൈലൻസറിൽ കൃത്രിമം വരുത്തി അമിത ശബ്ദവുമായി പാഞ്ഞ ബൈക്ക് തൃശൂർ RTO എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പിടികൂടി. പെരിങ്ങോട്ടുകര അമ്മാടം റോഡിൽ വെച്ചാണ് വാഹനം പിടികൂടിയത്. തൃപ്രയാർ സ്വദേശി രാജീവിന്റേതാണ് വാഹനം. നവനീത് പ്രസാദ് എന്ന ആളാണ് വാഹനം ഓടിച്ചിരുന്നത്. സൈലൻസറിൽ രൂപമാറ്റം വരുത്തി അമിത ശബ്ദമുണ്ടാക്കുന്ന രീതിയിൽ ക്രമീകരിച്ചതിനും വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ മുന്നിലെ നമ്പർ പ്ലേറ്റുകൾ മടക്കിവെച്ചതിനും ഉൾപ്പെടെ 6000 രൂപ പിഴ ചുമത്തി. സംസ്ഥാന റവന്യൂ വകുപ്പും സർവേ ഭൂരേഖ വകുപ്പും സംയുക്തമായി ഡിജിറ്റൽ സർവേ ഫോർ സ്മാർട്ട് ലാൻഡ് ഗവേണൻസ് എന്ന വിഷയത്തിൽ ഈ മാസം 27-28 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺക്ലേവ് ഭൂമിയുടെ ലോഗോ പ്രകാശനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സിറാം സാംബശിവ റാവു അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. അഡീഷണൽ ഡയറക്ടർ PS സതീഷ് കുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B അജികുമാർ, സർവേ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ മാസം 27-28 തീയതികളിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന ദേശീയ കോൺക്ലേവിൽ 23 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, പ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുക്കും. 28-ന് സംസ്ഥാനത്തെ ഡിജിറ്റൽ ലാൻഡ് സർവേയുടെ സവിശേഷതകൾ നേരിൽ കണ്ട് മനസ്സിലാക്കുന്നതിനായി പ്രതിനിധികൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകൾ സന്ദർശിക്കും. സർവേ ഉദ്യോഗസ്ഥന്മാരും സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ തിരികെ പിടിക്കാൻ സുമനസ്സുകളുടെ സഹായം തേടുന്നു. ആദ്യ ധനസഹായം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് 6-ാം വാർഡ് സ്വദേശി പാണന്തറ വീട്ടിൽ ഗോപാലന്റെ മകൻ 29 വയസ്സുള്ള ശരത്താണ് സഹായം തേടുന്നത്. ട്രസ് വർക്ക് ജോലിക്കാരനായ ശരത്ത് 15 ദിവസം മുമ്പ് പുത്തൂരിൽ ജോലിക്കിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണതാണ് കുടുംബത്തിന്റെ ജീവിതതാളം തെറ്റിച്ചത്. കുടുംബത്തിന്റെ ഏക വരുമാനമാർഗമായിരുന്നു ശരത്ത്. വീഴ്ചയിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഓപ്പറേഷനും മറ്റു ചികിത്സയ്ക്കുമായി ഏകദേശം 30 ലക്ഷത്തോളം രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത്. ബൈപ്പാസ് സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്ന പിതാവ് ഗോപാലന് ഈ തുക വെറും സ്വപ്നങ്ങൾ മാത്രമാണ്. അമ്മ കുമാരിയും 2 പെൺമക്കളും ഉൾപ്പെടുന്ന നിർധനരായ കുടുംബമാണ് ശരത്തിന്റേത്. ഇതോടെയാണ് മകന്റെ ജീവൻ തിരികെ പിടിക്കാൻ കുടുംബം സുമനസ്സുകളുടെ സഹായം തേടുന്നത്. ഇതിനായി ശരത്ത് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് തുക കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. മാന്നാമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ചികിത്സാ സഹായ സമിതിയുടെ രക്ഷാധികാരി കൂടിയായ മന്ത്രി കെ രാജൻ ആദ്യ സഹായത്തുക ഏറ്റുവാങ്ങി. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ്, വാർഡ് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, കൺവീനർ സുഭാഷ് ചുള്ളിപ്പറമ്പിൽ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ റെജി ജോർജ്, TS മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ശരത്തിനെ സഹായിക്കാൻ കഴിയുന്നവർ ശരത്ത് ചികിത്സാ സഹായ സമിതിയുടെ പേരിൽ കനറ ബാങ്കിന്റെ പട്ടിക്കാട് ബ്രാഞ്ചിലെ 110236073990 എന്ന അക്കൗണ്ട് നമ്പറിലോ 7025737044 എന്ന ഗൂഗിൾ പേ നമ്പറിലോ നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കവിയും കഥാകൃത്തുമായ എ.പി. നാരായണൻകുട്ടി രചിച്ച അവസ്ഥാന്തരങ്ങൾ എന്ന ചെറുകഥാ സമാഹാരം പ്രകാശനം ചെയ്തു. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ചേറൂർ സാഹിതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ എഴുത്തുകാരി കെ.പി. സുധീര, നാടകകൃത്തും സംവിധായകനുമായ കാവൽ രാജന് നൽകിയാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തുകാരൻ കെ. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ കെ. രലുനാഥൻ മുഖ്യപ്രഭാഷണം നടത്തി. ജോയ് ചിറമൽ, മോഹൻദാസ് പാറപ്പുറത്ത്, സുദർശനം സുകുമാരൻ, പി. വിനോദ്, സാഹിതി കോർഡിനേറ്റർ അപർണ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. YMCAയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടിയ സ്കൂളുകളിലും +2-ന് മികവ് തെളിയിച്ച കോർപ്പറേഷനിലെ സ്കൂളുകളെയും ആദരിച്ചു. മേയർ M.K. വർഗീസ് ആദരം ഉദ്ഘാടനം ചെയ്തു. YMCA പ്രസിഡന്റ് ഷാജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, തൃശൂർ അതിരൂപത സഹായമെത്രാൻമാർ ടോണി നീലങ്കാവിൽ, വൈസ് പ്രസിഡന്റ് ജോർജ് ചാണ്ടി, ട്രഷറർ ജോജു മഞ്ഞില, ജനറൽ സെക്രട്ടറി ജിൽസൺ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. ലഹരിക്കെതിരെ സംഗീത ശില്പവുമായി നാഷണൽ സർവീസ് സ്കീം. ദേശമംഗലം ഹയർ സെക്കൻഡറി അധ്യാപകൻ ഡോക്ടർ ER ശിവപ്രസാദാണ് ഗാനമൊരുക്കിയത്. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരി എന്ന വിപത്തിനെ തടയാൻ ഹയർ സെക്കൻഡറി വിഭാഗം നാഷണൽ സർവീസ് സ്കീം സംസ്ഥാന തലത്തിൽ കുടി എന്ന പേരിൽ ഒരുക്കിയ ലഹരി വിരുദ്ധ സംഗീത ശില്പം ശ്രദ്ധേയമാകുന്നു. കനൽ ചുംബനങ്ങളാൽ ചുണ്ടരിച്ചു, തീമഴത്തുള്ളിയായി കരളുരുക്കി, പുകക്കറപ്പശ ചേർത്തടച്ചു കെട്ടി, ശ്വാസകോശത്തിന്റെ കാറ്റുവഴികൾ. സംസ്ഥാനതല പ്രവേശനത്തിൽ സംഗീത ശില്പത്തിന്റെ പ്രകാശനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചിരുന്നു. ചെറുതുരുത്തി പൈങ്കുളം സ്വദേശിയും ദേശമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമേഴ്സ് വിഭാഗം അധ്യാപകനുമായ ഡോക്ടർ ER ശിവപ്രസാദാണ് ഗാനരചന. മിഥുൻ മലയാളത്തിന്റെ സംഗീതത്തിൽ പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണനാണ് ഗാനം ആലപിച്ചിരിക്കുന്നത്. തലച്ചോർ തുരന്നു ചിതയൊരുക്കി, വിഷസർപ്പ ചിന്ത വിരിഞ്ഞിറങ്ങി, ചത്തമിഴികളിൽ കൂട്ടിനെത്തി, കെട്ട കാലത്തിൻ കരിന്തേളുകൾ. ഒരു ചെറിയ പ്രവർത്തനമായി തുടങ്ങി മധു ബാലകൃഷ്ണനെ പോലുള്ള പ്രശസ്തനായ ഒരു ഗായകനെ ഇതിന്റെ പാട്ടുകാരനായിട്ട് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വളരെ കലവറയില്ലാത്ത പിന്തുണയുമായി സുഹൃത്തുക്കൾ ഒപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ സന്തോഷമുണ്ട്. ഇത് സ്വീകരിക്കപ്പെടുന്നതിൽ വലിയ സന്തോഷം ഉണ്ട്. തീർച്ചയായും ലഹരി വിപത്തിന് എതിരെ ഒരു സർഗാത്മക പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷത്തിൽ NSS ജില്ലാ ഘടകം നിർമ്മാണ ചുമതല നിർവഹിച്ച നൃത്തശില്പത്തിന് മണികണ്ഠൻ വടക്കാഞ്ചേരിയാണ് ഛായാഗ്രഹണം. കലാമണ്ഡലം മോഹിനിയാട്ട വിഭാഗം മേധാവി സംഗീത പ്രസാദിന്റെയും കലാമണ്ഡലം P. ലതികയുടെയും നേതൃത്വത്തിൽ മോഹിനിയാട്ട വിഭാഗം വിദ്യാർത്ഥികളാണ് കോറിയോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത്. നാഷണൽ സർവീസ് സ്കീം 21 ദിന ചലഞ്ചിന്റെ ഭാഗമായുള്ള ആദ്യ പ്രവൃത്തിയാണ് ലഹരി വിരുദ്ധ സംഗീത ശില്പം. കേരളത്തിലെ മുഴുവൻ NSS യൂണിറ്റുകളിലും ഈ ഗാനത്തെ ആസ്പദമാക്കി സ്വതന്ത്ര നൃത്താവിഷ്കാര ചലഞ്ച് സംഘടിപ്പിക്കും. മികച്ച കോറിയോഗ്രാഫി കണ്ടെത്തുകയും വിദ്യാർത്ഥികളിൽ വ്യക്തമായ അവബോധം സൃഷ്ടിക്കുകയുമാണ് ഇതിന്റെ ലക്ഷ്യം. ഉണരട്ടെ വിടരട്ടെ സിരകളിൽ പൂക്കട്ടെ ജീവിത ലഹരിയുടെ 100 പൂക്കൾ, ജീവിത ലഹരിയുടെ 100 പൂക്കൾ. TCV ന്യൂസ്, ചെറുതുരുത്തി. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി യാത്രയയപ്പ് സമ്മേളനം നടന്നു. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് VS ജയകുമാർ അധ്യക്ഷനായിരുന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ, കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി M. വിനോദൻ, AITUC ജില്ലാ പ്രസിഡന്റ് TK സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു. സജീവൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെയായിട്ടുള്ള ബിന്ദു രാജീവ്, വിവിധ ജില്ലകളിലെ നമ്മുടെ നേതാക്കളും ഭാരവാഹികളുമായിട്ടുള്ള VK ഡാർബി,
സഖാവ് KP ഭുവനചന്ദ്രൻ, സഖാവ് R പ്രദീപ്, സഖാവ് KN സുദർശൻ, സഖാവ് M. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ടയെ കാപ്പ ചുമത്തി ജയിലിലടച്ചു. നാട്ടിക പള്ളം ബീച്ച് സ്വദേശി കണ്ണംപറമ്പിൽ വീട്ടിൽ രമേഷിനെയാണ് കാപ്പ ചുമത്തി 6 മാസക്കാലത്തേക്ക് ജയിലിലടച്ചത്. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. കൊണ്ടാഴി സ്വദേശിയായ യുവാവ് ചികിത്സാ സഹായം തേടുന്നു. കിഡ്നി രോഗം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വീട്ടിക്കുന്ന് കോളനി 6-ാം വാർഡിൽ താമസിക്കുന്ന സജിയാണ് ചികിത്സാ സഹായം തേടുന്നത്. ആഴ്ചയിൽ 3ഓളം ഡയാലിസിസ് ആവശ്യമാണ്. എത്രയും വേഗം കിഡ്നി മാറ്റിവെക്കണമെന്നാണ് ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ഫണ്ടൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ കൂട്ടുകാരും പിന്നെ നാട്ടുകാരെല്ലാം സഹായിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തികയില്ല. 10 ലക്ഷം രൂപ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ വരുമാനം ഞാൻ കൊണ്ടുവന്ന വരുമാനം കൊണ്ടാണ് ജീവിച്ചിരുന്നത്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇലക്ട്രീഷ്യനായ സജിയുടെ വരുമാനമാണ് ഭാര്യയും 2.5 വയസ്സുള്ള മകനുമടക്കമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയം. സർജറിക്കും തുടർ ചികിത്സയ്ക്കും വരുന്ന 10 ലക്ഷം രൂപയുടെ ചിലവ് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറത്താണ്. 10 ലക്ഷം രൂപ വേണമെന്ന് പറയുന്നത് നമുക്കൊരു മാർഗമില്ല. 2.5 വയസ്സായൊരു മോനുണ്ട്. അവർക്ക് വേണ്ടിയിട്ടും കൂടി അവനാണ്, എൻ്റെ മോനാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത്. അവന് ഈ അവസ്ഥ വന്നു. വീടൊക്കെ ജപ്തിയിലാണ്. എനിക്കെൻ്റെ കുട്ടിക്കും വേറെ ആരുമില്ല. ഇയാളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊണ്ടാഴി ശാഖയിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ അക്കൗണ്ട് നമ്പറിലേക്കോ ഗൂഗിൾ പേ വഴിയോ സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV ന്യൂസ്, ചേലക്കര. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. കൊല്ലം സ്വദേശി തോട്ടുകര വീട്ടിൽ അഖിലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയോട് സൌഹൃദം സ്ഥാപിച്ച ശേഷം പെൺകുട്ടിയുടെ ഫോട്ടോസ് അയച്ചു വാങ്ങുകയും സൌഹൃദം ഉപേക്ഷിച്ച പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി വീണ്ടും ഫോട്ടോസ് അയച്ചു വാങ്ങി അത് മറ്റൊരാൾക്ക് അയച്ചു നൽകുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് കൂനാമ്പൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപണവുമായി പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച വൈകിട്ടാണ് രമ്യ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവത്തിന് ശേഷം രമ്യയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് മണിക്കൂറുകൾക്കകം മരിക്കുകയായിരുന്നു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. വെള്ളി ഗ്രാമിന് 117 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3,711 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഭാരത് മാതാ ചിത്ര വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ദേശീയ പതാക ഉയർത്തി. ഭാരതാംബയെ ദേശീയ പതാകയേക്കാൾ വലുതായി ഗവർണർ ചിത്രീകരിക്കുകയാണെന്ന് ബിനോയ് വിശ്വം. മന്ത്രിമാരുടെ മാനസികാവസ്ഥയെ വിമർശിച്ച ഗവർണർക്ക് മറുപടിയുമായി റവന്യൂ മന്ത്രി K. രാജൻ. RSS ചിഹ്നത്തിൽ നിലവിളക്ക് തെളിയിക്കാൻ ഇടതുമന്ത്രിമാരെ കിട്ടില്ലെന്ന് മന്ത്രി. തോളൂർ ഐനിക്കാട് മുള്ളൂർ കായലിൽ ഗൃഹനാഥനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അടാട്ട് വൃന്ദാവനം സ്വദേശി പ്രസാദാണ് മരിച്ചത്. തലയിൽ ഹെൽമറ്റ് ധരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നടൻ ഷൈൻ ടോം ചാക്കോയുടെയും അമ്മയുടെയും ആരോഗ്യനില തൃപ്തികരം. ഷൈനിനെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചു. ത്യാഗസ്മരണയിൽ മുസ്ലിം വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് വൻ തിരക്ക് അനുഭവപ്പെട്ടു. തൃശൂർ കോർപ്പറേഷൻ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാട് പിടിച്ച ഇഴജന്തുക്കളുടെ താവളമായി മാറി. പുല്ലുവെട്ട് യന്ത്രങ്ങൾ കേടായതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നിലച്ചതായി ആക്ഷേപം. ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ പാളി.
അതിരപ്പിള്ളിയിൽ ജനവാസ മേഖലയിൽ വീണ്ടും പുലിയിറങ്ങി. ചെക്ക് പോസ്റ്റിന് സമീപമുള്ള പാറയുടെ മുകളിൽ പുലികൾ കിടക്കുന്നതാണ് നാട്ടുകാർ കണ്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.